വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു അടിപൊളി പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഷവർമയുടെ ഈ കുഞ്ഞൻ വെർഷൻ എങ്ങനെ വളരെ രുചിയോടുകൂടി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്ന് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർന്ന് നിങ്ങളിലേക്ക് എത്താനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ബ്രെഡ് സ്ലൈസ്, സവോള ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒറിഗാനോ 1 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, മയോണൈസ് 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ. നമുക്ക് ഷ്രെഡഡ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ? വളരെ സിമ്പിൾ ആണേ. ഫസ്റ്റ് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറാട്ടോ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിക്കൻ ഒന്ന് വേവിക്കാനായി വെക്കാം. ഒരു 2 വിസിലാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തേക്കണേ. മുന്നേ ഒരു കോട്ടിംഗ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ്. അപ്പോൾ ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലയും ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കോട്ടിംഗ് ഇവിടെ റെഡി. വെന്ത് വന്ന ഈ ചിക്കൻ പീസ് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഒന്ന് ഉടച്ചെടുക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഫോർക്കോ അല്ലെങ്കിൽ മിക്സി ജാറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ പേസ്റ്റ് രൂപത്തിലാകാണ്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഐറ്റത്തെയാണ് ഷ്രെഡഡ് ചിക്കൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുത്താലോ? ഒരു ബൗളിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഷ്രെഡഡ് ചിക്കനും സവോളയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോയും 2 ടേബിൾ സ്പൂൺ മയോണൈസും ഇവയെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി. ബാക്കി പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണേ. സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിൽ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം മറ്റൊരു സ്ലൈസ് ബ്രെഡ് അതിന്റെ പുറത്ത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക. ഈ ഒരു സെയിം പാറ്റേണിൽ നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മുടെ ബ്രെഡ് സ്ലൈസ് എല്ലാം ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡ് ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ടിടുക. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ലെവലിൽ കീപ്പ് ചെയ്യാം കേട്ടോ. ബ്രെഡിന്റെ ഇരുവശങ്ങളും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും വറുത്ത് കോരി മാറ്റാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയതെന്ന് കണ്ടോ? നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി രുചിയോടുകൂടെ നമ്മുടെ കുഞ്ഞു കിച്ചണിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഫില്ലിംഗ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലെ ചിക്കൻ മേടിക്കുന്ന ദിവസം തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞൻ പോക്കറ്റ് ഷവർമ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കാം. So stay tuned for another video. It's your Honeybee. Just do like, share and subscribe.